ഞാനും അമ്മയും കൂടെ ഇന്ന് സുദർശനം വില്ലേജിനെ കാണാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ ചെന്നപ്പം കുറച്ച് നേരം അവിടെ ഇരിക്കുകയായിരുന്നു. അത് ടി വി ഒക്കെ കണ്ട് അത് കഴിഞ്ഞ് പോരാറായപ്പോൾ ഞാൻ ചോദിച്ചപ്പം തങ്കച്ചി വല്യമ്മ പറഞ്ഞ് വീഡിയോ എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പം എടുത്തോന്ന് പറഞ്ഞ് അങ്ങനെ എടുത്ത വീഡിയോ ആണ്. എനിക്ക് അവിടുത്തെ ചെടിയും പരിസരമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഇത് പഴയ വീടാണ് കേട്ടോ. ഞാൻ വീടിൻ്റെയൊന്നും അങ്ങനെ വലുതായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇത് പുതിയ വീടാണ്. പുതിയ വീടിനകത്ത് കയറിയൊക്കെ ചെയ്തതാണ്. പക്ഷേ ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് സ്ഥലവും പരിസരവും ഒക്കെയാണ്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അത് ഇവിടെ കിടക്കുന്ന കിടക്കുന്ന പട്ടി ഭയങ്കര വില്ലനാണ് കേട്ടോ. അത് ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് പോരും വരെ കിടന്ന് ഭയങ്കര കോരയായിരുന്നു. അപ്പം അവിടെ നിറച്ച് ചെടിയൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ചെടികളുണ്ട്. പച്ചക്കറികൾ പോലത്തെ അതൊക്കെ നട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലമുണ്ട്. 3 ഏക്കർ സ്ഥലത്താണ് ആ വീട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സ്ഥലമുള്ളത് കൊണ്ട് കാണാനൊക്കെ നല്ല രസമാണ്. ഈ പച്ചപ്പും നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവരുടെ സ്ഥലമൊക്കെ കേട്ടോ. അപ്പോൾ ഇത് അവിടെ ജോലിയൊക്കെ ചെയ്യാൻ വരുന്നൊരു ചേച്ചിയാണ്. ആ ചേച്ചി അവിടെ നിന്നുകൊണ്ട് നനക്കോ ഏതാണ്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് വീട്, പഴയ വീടാണിത്. ഈ വീടാണ് എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. പണ്ടത്തെ വീടിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പക്ഷേ വീടിനകത്തൊന്നും കയറി മുറികൾ കാണിക്കുന്ന രീതിയിൽ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പം ഈ കാണുന്നത് പുതിയ വീടാണ് കേട്ടോ. ആ വീടിനകത്തായിരുന്നു ഞാൻ ചെന്നപ്പോൾ കയറി ഇരുന്ന് ടി വി ഒക്കെ കണ്ടിട്ടിരുന്നത്. പക്ഷേ അതിനകത്തൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. ഇത് ഈ കാണുന്നത് അവരുടെ പഴയ വീട്. അപ്പം അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കിണറുണ്ട്. അതിൻ്റെ ഇവിടെയായിട്ട് താമര അമ്പലമൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആമ്പലാണ് കേട്ടോ. ഇത് സഹസ്രദളം എന്ന് പറയുന്ന താമരയാണ്. 1000 ഇതൾ ഉള്ള താമരയാണ് കേട്ടോ. അത് പൂ ഉണ്ടായിട്ട് അടന്നു പോയത് കൊണ്ട് മൊട്ട് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് അതൊക്കെ കാണാൻ. അപ്പോൾ ഇവരുടെ വീട്ടിൽ എല്ലാത്തരം ചെടികളും ഉണ്ട്. ഇപ്പം ചെടികൾ അമ്മക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മ അവിടെ കാണുന്ന ചെടികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പോരാൻ നേരം നമുക്ക് തങ്കച്ചി വല്യമ്മ 2 ചെടി കൊടുത്തായിരുന്നു പറിച്ച്. അപ്പം അമ്മ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ തെങ്ങ നിൽക്കുന്നതൊക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുത്തെന്നായിരുന്നു വിചാരിച്ചത്. എൻ്റെ ഫോണിന് സ്റ്റോറേജ് ഇല്ലാഞ്ഞുകൊണ്ട് അത് കിട്ടിയില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇതിൽ വോയിസൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് സപ്പോട്ടയൊക്കെ അമ്മക്ക് പറിച്ചു കൊടുത്തായിരുന്നു തങ്കച്ചി വല്യമ്മ. പേരക്കയൊക്കെ പറിച്ചു കൊടുത്തു. പേരക്കയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓറഞ്ചൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അമ്മയും തങ്കച്ചി വല്യമ്മയും കൂടെ സംസാരിച്ച് അവിടെ നടക്കുന്ന അതൊക്കെയായിരുന്നു. ഇത് എന്തോ ഒരു ചെടിയാണ് കേട്ടോ. എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് എന്തോ കായുണ്ട്. എന്തുവാണെന്നൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഇഷ്ടംപോലെ ചെടികളൊക്കെ ഉണ്ട്. തങ്കച്ചി വല്യമ്മക്ക് 2 മക്കളാണ്. ഒരാൾ അമേരിക്കയിലാണ്, ഒരാൾ അമേരിക്കയിലുള്ള മോനാണ് കേട്ടോ. ചേട്ടൻ അമേരിക്കയിലാണ്. പിന്നെ തങ്കച്ചി വല്യമ്മക്ക് ഒരു മോളുണ്ട്. അത് ടീച്ചറാണ്. സിമി എന്നാണ് പേര്. സിമി ചേച്ചി ഞാൻ വിളിച്ചായിരുന്നു അവിടെ വെച്ച്. പക്ഷേ അപ്പോൾ സിമി ചേച്ചി ഇപ്പോൾ വരത്തില്ല. വൈക്കത്താണ്. അപ്പം ഇപ്പോൾ വരത്തില്ല. കുറച്ച് ദിവസം കഴിഞ്ഞേ വരത്തുള്ളൂ എന്ന് പറഞ്ഞ്. സിമി ചേച്ചിയെ കാണാനില്ലെന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ സിമി ചേച്ചിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ സുദർശനം വില്ലേജിനെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പോയത്. അങ്ങനെ അപ്പോൾ അവിടെ ചെന്നപ്പം എടുത്ത വീഡിയോ ഒക്കെയാണ് കേട്ടോ. ഇവിടെ നിറച്ച് ചെടികൾ, മരങ്ങൾ ഒക്കെ ഉണ്ട്. ഇവിടുന്ന് ആ അറ്റം വരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊന്നും നടന്ന് ചെല്ലാനൊക്കത്തില്ല. ഞാൻ പിന്നെ അങ്ങോട്ടൊന്നും നടന്ന് വീഡിയോ എടുത്തില്ല. ആ കാണുന്നത് അറ്റം വരെ ഉണ്ട്. അവിടെ ആയിട്ട് മതിൽക്കെട്ടിനുള്ളിൽ നിൽക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. അപ്പോൾ തെങ്ങ്, ഒത്തിരി വൃക്ഷങ്ങൾ, മരങ്ങൾ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ പച്ചപ്പും നല്ല പ്രകൃതി രമണീയമായ സ്ഥലമൊക്കെ കാണാനൊക്കെ ഇഷ്ടമായ കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തത്. ഞാൻ സാധാരണ യാത്ര എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാലൊന്നും അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്ന ഒരാളല്ല. ഇതുവരെ ഞാനങ്ങനെ എടുത്തിട്ടില്ല. അപ്പം യാത്ര ചെയ്യുന്ന വീഡിയോ അങ്ങനെയുള്ളതൊന്നും എടുത്തിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ എനിക്ക് ഈ സ്ഥലം പരിസരമൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനങ്ങനെ ചുമ്മാ എടുത്തതേ ഉള്ളൂ. ഇത് ബന്ദിപ്പൂവാണ് കേട്ടോ. വല്യച്ഛൻ അധ്യാപകനാണ്. മറ്റേ സുദർശനം വല്യച്ഛൻ അധ്യാപകനായിരുന്നു. അപ്പം ഇപ്പോൾ മേലാതെയൊക്കെ ഇരിക്കുകയാണ്. പ്രായമായി, ഒരുപാട് പ്രായമുണ്ട്. അപ്പോൾ ഇത് വല്യമ്മയാണ്. വല്യമ്മ PWയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ് പണ്ട്.
അപ്പോൾ അത് ഇതൊക്കെ നിറച്ച് ചെടികളൊക്കെയാണ്. ഇതൊക്കെ എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അത് വലിയൊരു മരമാണിത്, നിറയെ ഇലകളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ചുവട്ടിൽ നിന്നത് ചെടികളൊക്കെ നോക്കുന്നത് അമ്മയാണ് കേട്ടോ. അമ്മക്ക് അങ്ങനെ തങ്കച്ചി വല്യമ്മ 2 ചെടികൾ കൊടുത്ത അമ്മ അതൊക്കെ പറിച്ചുകൊണ്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാരെ വീഡിയോ. അങ്ങനെ ഇവിടെ വന്നപ്പോൾ ചുമ്മാ ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ച് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോയ്ക്ക് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം. അതുപോലെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം കേട്ടോ. വീഡിയോ ഇടുമ്പോൾ തന്നെ ഒന്ന് വാച്ച് ചെയ്തൊക്കെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം ഞാനിതുപോലുള്ള വീഡിയോകൾ, വ്യത്യസ്തപരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോകൾ തുടർന്നും ഇടുന്നതായിരിക്കും. ഇപ്പോൾ ഇത്രയുള്ളൂ.